കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടുക്കി MLA ആണ് റോഷി അഗസ്റ്റിൻ. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നിയമസഭാ കക്ഷി നേതാവും പിണറായി മന്ത്രിസഭയിലെ അവരുടെ പ്രാതിനിധ്യം, അതായത് ക്യാബിനറ്റിലെ പ്രാതിനിധ്യവുമാണ് റോഷി അഗസ്റ്റിൻ. അദ്ദേഹത്തിനെ കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന് ഇതിനോടകം തന്നെ ഇടുക്കി ജില്ല UDF കൺവീനർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് കൃത്യമായും റോഷിയെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം UDFിൽ വേണ്ടതാണ്. UDFിലായിരുന്നപ്പോൾ അദ്ദേഹം മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്തി വരികയായിരുന്നു. LDFിലായപ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോലും ജാള്യതയുള്ളതായി ഇപ്പോൾ മനസ്സിലാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇടുക്കിയിൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF മികച്ച വിജയമാണ് നേടിയത്. ഡീൻ കുര്യാക്കോസ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ 30,000-ലേറെ വോട്ടിൻ്റെ ലീഡാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ റോഷിക്ക് വലിയ അന്താളിപ്പുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. UDF ടിക്കറ്റിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം ജയിക്കും. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ജനങ്ങൾ ക്ഷമിക്കും എന്നും കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. നമുക്കറിയാം, ജോസ് കെ മാണിയും റോഷിയും തമ്മിൽ നല്ല സ്വരത്തിലല്ല. ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും കൃത്യമായി ജോസ് കെ മാണിയോട് അകലം പാലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം ചീട്ടുകൊട്ടാരമാകുമെന്ന് EJ ജോസഫ് പറഞ്ഞത് വെറുതെയല്ല. കെ മാണിയുടെ പൈതൃകമല്ല മകൻ പിന്തുടരുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയും രാജ്യസഭയിൽ തുടരണം. അതിന് ആരുടെ കൂടെ കൂടാനും സാധ്യതയുണ്ട്. BJP കുറേയധികം സഹായ വാഗ്ദാനങ്ങൾ ജോസ് കെ മാണിക്ക് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ജോസ് കെ മാണിക്ക് അതൊക്കെ ഭൂഷണമായിരിക്കും. ഇടുക്കി രാഷ്ട്രീയത്തിൽ ശോഭിച്ചു നിന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ കാലം അവിടെ മാത്രം പ്രവർത്തിച്ചു വന്നിരുന്ന റോഷിക്കും അതുപോലെ ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളിലും പൂഞ്ഞാർ MLA ആയ കുളത്തുങ്കലിനും ഒന്നും അത് ദഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ LDF വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയെ കൂട്ടാതെ തന്നെ ഒരു അനൗദ്യോഗികമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടത്താനിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ പാലാ MLA ആയ മാണി സി കാപ്പൻ പറഞ്ഞിരുന്നു, ഇത് തകിടം മറിയും, ചീട്ട് കൊട്ടാരമാകും, ജോസ് കെ മാണിയുടെ പാർട്ടി ഛിന്ന ഭിന്നമാകും, ആളില്ലാ പാർട്ടിയായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ ജനങ്ങൾ ഈ പാർട്ടിയെയും KM മാണിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി ജോസ് കെ മാണി അംഗീകരിക്കുന്നതിലും എടുത്ത മനോഭാവമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. റോഷിക്ക് നല്ല ഭാവിയുണ്ട്. അദ്ദേഹം UDFിൽ നിന്നാലും വലിയ രീതിയിൽ ശോഭിക്കാൻ കഴിയും. അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് തൻ്റെ പ്രത്യാശയെന്ന് മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവർ തുറന്നടിച്ചിരിക്കുകയാണ്.